ഇത് തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി സക്കീർക്കയാണ്. പാലുൽപാദനത്തിലൂടെ ജീവിതം വിജയകരമായി കെട്ടിപ്പടുത്തിയ മനുഷ്യൻ. അരനൂറ്റാണ്ട് കാലമായി ക്ഷീരകർഷകനാണ്. എനിക്ക് 90% കാണൂല, ഈ ലൈറ്റ് മാത്രമേ കാണുള്ളൂ. ഞാൻ പശു വളർത്തി തുടങ്ങിയത് 48 കൊല്ലമായി. ഈ പശു വളർത്തിയാണ് ഞാൻ ഇന്നുവരെ ജീവിച്ചിട്ടുള്ളത്. സമ്പാദിച്ചില്ല, മക്കളെ നല്ല പഠിപ്പിച്ചു. ആൾ എംടെക്കാരിയാണ്, ഒരാൾ MBA-കാരനാണ്, മൂന്നാമത്തെ മോള് അതും ബിടെക്കാരിയാണ്. ഇരുപത് കൊല്ലമായി കണ്ണിലൊരു വെളിച്ചം മാത്രമാണ്. എങ്കിലും ഷക്കീർക്കയുടെ പൊന്നോമനകളായ പശുക്കൾ വിശന്നു കിടക്കാറില്ല. അകക്കണ്ണിലൂടെ ഇക്ക എല്ലാം കാണുന്നുണ്ട്. ഊന്നുവടി ഒരു ശീലം മാത്രമാണ്. തൊഴുത്തിന്റെ മുക്കും മൂലയും പശുക്കൾ എവിടെയാണെന്നറിയാൻ പോലും ഇക്കയ്ക്ക് വടി വേണ്ട, മനപ്പാടമാണ്. കൺമുന്നിലെല്ലാം കാണുന്നവരെ പോലെ വൈക്കോലും തീറ്റയുമായി സമയത്തിനെത്തും. തനിക്ക് അന്തസ്സുള്ള ജീവിതം നൽകിയ പശുക്കൾ സ്വന്തം മക്കളെ പോലെയാണ്. അവരുടെ വൃത്തി ഇക്ക തന്നെ ഉറപ്പാക്കും. അതാണ് തൃപ്തി. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ 2 പശു എനിക്കുണ്ട്. 2 പശു 2 ആടും ഉണ്ടായിരുന്നു. ഉടനെ ഡിഗ്രിയെ പോയി. ഒരു പശു ഒരു മനുഷ്യന് ഭ്രാന്തെന്ന് പറയുന്നത് അത്ര ഇതാണ്. ഞാൻ 2:30 മണിക്ക് ഈ ഫാനിൽ കയറും. ചാണാൻ ആദ്യം കോരി, അതിനുശേഷം പശു കലക്ക് വെച്ച് ചാണാൻ കോരിയിട്ട് പശുവിനെ കഴുകിയതിന് ശേഷം കടക്കാതെ വന്നോളൂ. പശുക്കളെ എന്നും കുത്തിവയ്ക്കുന്ന കുടിക്ക് കൊടുക്കുന്നതായാലും കഴുകുന്നതായാലും തുളയ്ക്കുന്നതായാലും എല്ലാ ജോലി അപ്പുറത്തെ താഴെ പോയി പുല്ലറുത്ത് ഇതേപോലെ കമ്പുണ്ടെങ്കിൽ ഞാൻ പുല്ലിറക്കാൻ പോകും. പുല്ല് തലയ്ക്ക് വന്നു കൊണ്ടുവരും. പണ്ടത്തെ പോലെയല്ല, പശു വളർത്തലിൽ നഷ്ടസാധ്യതകളുണ്ട്. വേനൽക്കാലത്ത് നഷ്ടത്തിന്റെ തോത് കൂടി. എങ്കിലും ഒന്നിനും ഒരു കുറവും വരുത്താറില്ല. 32 ലിറ്റർ പാല് കിട്ടിക്കൊണ്ട് ഈ പശുവിനെ ഇപ്പം കിട്ടുന്നത് വേറെ 8 ലിറ്റർ പാലാണ്. ഇതിൽ ചിന്ന ചാപ്പാടിൽ 1 ഗ്രാം ആഹാരം കുറയ്ക്കാൻ നോക്കില്ല. ഞങ്ങൾ 3 നേരം ആഹാരം കൊടുക്കുക. മൂന്നാമത്തെ കിഴക്ക് വെച്ചേക്കുന്നത്, മൂന്നാമത്തെ കിഴക്കണ ഇരിക്കുന്നതല്ല, മൂന്നാമത്തെ ഞാൻ കൊടുക്കാനുള്ളതാണ്. കാഴ്ച പരിമിതിയെ തോൽപ്പിച്ച ഈ കർഷകന്റെ ക്ഷീരോത്പാദനത്തിലുള്ള ആത്മാർത്ഥത തേടി അംഗീകാരങ്ങളും എത്തിയിട്ടുണ്ട്. ഇടുക്കി പൂച്ച പഞ്ചായത്തിൽ 2 പ്രാവശ്യം പഞ്ചായത്തിൻ്റെ അവാർഡ് ഇട്ടിട്ടുണ്ട്. കേരള ഫെഡറേഷൻ ബ്ലൈൻഡിൻ്റെ ഒരു സ്റ്റേറ്റ് അവാർഡ് ഇട്ടിട്ടുണ്ട്. ഒരു സർക്കാർ സഹായവും പ്രതീക്ഷിച്ചല്ല ഷക്കീർക്ക ഇക്കാലം അത്രയും കാർഷിക ജീവിതം നയിച്ചത്. പശു വളർത്തൽ ലാഭകരമല്ലെന്ന് നിരീക്ഷിക്കുന്നവർക്ക് കാരണങ്ങളുണ്ടെങ്കിലും ഷക്കീർക്കയെ പോലുള്ളവരുടെ വിജയഗാഥകളുമുണ്ട്. ക്ഷീരോത്പാദന രംഗത്തേക്ക് വരാൻ മടിക്കുന്ന യുവതലമുറയ്ക്ക് ഈ കർഷകൻ ഒരു വഴികാട്ടി തന്നെയാണ്. പക്ഷെ എന്ത് വേണം? അതെ, ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു കൈത്താങ്ങ് സർക്കാരും പൊതുസമൂഹവും ഇവർക്ക് നൽകണം. അതൊരുക്കിയാൽ പുതുതലമുറയ്ക്ക് വിജയഗാഥകൾ രചിക്കാൻ ഷക്കീർക്കയുടെ അകക്കണ്ണിന്റെ വെളിച്ചം ധാരാളമാണ്. ക്യാമറമാൻ സജികുമാറിനും നല്ലേ മുരുകനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.